നാട്ടുകാർ കുറെ ആൾ പരിഹസിക്കാനെല്ലാം ഉണ്ടായിനി, എനിക്ക് നിർത്തിയിട്ട് പോയിക്കൂടെ എന്നെല്ലാം പറഞ്ഞിട്ട് പണിക്ക് പോയിക്കൂടെ. നമ്മ കുറെ ആൾ ജോലിയാക്കി, പിന്നെ 5 വയസ്സ് ഡിഫറൻസ് ഉള്ളവർ ജോലിയാക്കി, ബാക്കിയുള്ളവർ കല്യാണം കഴിച്ച് കുട്ടികളായി, വേറെ ഒരു ജോലിക്ക് പോയിട്ട് ഇതിലേക്ക് നോക്കിക്കൂടെ നടക്കാൻ കുറെ ആൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കുക, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചെങ്കിൽ ഒരു നാൾ നമ്മളെ കൈമലെത്തും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ. CSCB പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, എസ്പെഷ്യലി പഠിച്ചൊരു ലെവലിൽ വന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവസാനത്തെ 1-2 മാർക്ക് നേടാൻ കഴിയാത്ത പ്രശ്നം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർ കുറേ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ആ സ്റ്റെപ്പിന് തരണം ചെയ്ത് മുന്നോട്ട് പോകാനും പിന്നെ എഴുതുന്ന എല്ലാ ബാങ്കിലും റാങ്ക് ലിസ്റ്റ് വരാനും പറ്റും. അപ്പോൾ അങ്ങനെ എടുത്ത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാലമായിട്ട് 1 വർഷമായിട്ട് നിന്നിട്ട് ജോലി കിട്ടുന്നില്ല, ഞാൻ ഇത് കളഞ്ഞിട്ട് പോകാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 2 വർഷം ആകുമ്പോഴത്തേക്കും കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. 2 മാസം ആകുമ്പോൾ കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. 7 വർഷം ഒരു വലിയ കാര്യങ്ങളാണല്ലേ അതിൽ. അതെ, 7 വർഷം ഒരേ മനസ്സോടുകൂടി ഈ ഒരു മേഖലയിൽ നിൽക്കുകയും തൻ്റെ സ്കിൽ എന്താണെന്ന് തെളിയിക്കാനുള്ളൊരു ആത്മാർത്ഥത കാണിക്കുകയും ഒത്തിരി അനുഭവങ്ങൾ. നിങ്ങൾ CSCB ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബിഗിനിങ് ടു എൻഡ് ഈ പ്രോഗ്രാം കാണുക. കാരണം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഏറെക്കുറെ എല്ലാ ദശകളിലൂടെ കടന്നുപോയ ആളാണ് അതിൽ, അതിജീവിച്ച ആളാണ്. നിലവിൽ അഡ്വൈസ് മെമ്മോടൊപ്പം അപ്പോയിൻമെൻറ്റ് ഓർഡർ, അതും 1ാം റാങ്കോട് കൂടി മാടായി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡറും കൈപ്പറ്റി നിൽക്കുകയാണ് നമ്മുടെ അതിൽ. അപ്പോൾ അതിലിൻ്റെ വിജയഗാഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 7 വർഷം എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കാര്യങ്ങളല്ല. അതെ. എന്നോട്ടാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ വരണമെന്ന് തീരുമാനിക്കുന്നത്? ഞാൻ 2018 തൊട്ടാണ് സാറേ ഇതിൽ വരണമെന്ന് തീരുമാനിച്ചത്. 2018 തൊട്ട് ഇതിലുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പരിശീലനം എടുത്തു അല്ലേ? അതെ. HDC ആയിരുന്നു? അല്ല, ഞാൻ BCom കോർപ്പറേഷൻ ആയിരുന്നു സാറേ. BCom കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1-2 വർഷം കഴിഞ്ഞിട്ടാണ്. അതെ. ഇല്ല, ഞാൻ ആദ്യം ഒരു കൊല്ലം ഗൾഫിലേക്ക് പോയിരുന്നു സാറേ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടാണ് നമുക്ക് നാട്ടിൽ ജോലി വേണമെന്നുള്ളൊരു ആഗ്രഹം. അതെ. ആ സമയത്ത് കോവിഡ് വരുന്നു അല്ലേ? കോവിഡ് വന്നപ്പോഴത്തേക്കും ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലോട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ ഷിഫ്റ്റായി. അപ്പോൾ ആദ്യ കാലത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ 2019 നമ്മുടെ അമെൻമെൻറ്റ് വരുന്നത്. അതെ. നമ്മുടെ അമെൻമെൻറ്റ് വന്നിട്ട് നമ്മുടെ CSCB എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ ആൾക്കാർക്ക് പഠിച്ച് നേടാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നത് 2019. അപ്പോൾ അതിനുശേഷം ആദ്യം പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു അതിൻ്റെ? ഞാൻ ആദ്യം സബിൽ ഇങ്ങനെ ഒന്ന് നോക്കില്ല. എനിക്ക് ഏറ്റവും വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ GK ഇംഗ്ലീഷ് ആയിരുന്നു. അതിലാദ്യം ഒന്നും നോക്കലില്ല, ഇത് കോപ്പറേഷൻ മാത്രം പഠിച്ചിട്ട് പോകും. അങ്ങനെ ഇതാക്കിയിട്ട് ഒരു 3 മാർക്ക് 2 മാർക്കിനാണ് പോക്ക് എല്ലാ പ്രാവശ്യവും. എനിക്ക് ഉണ്ടായിരുന്നു ഒരു ടൈം എനക്കായിട്ടുണ്ട്, തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 7 കൊല്ലം ഞാൻ മെനക്കെട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പുറത്തുനിന്നുള്ള പ്രഷർ. നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവാം, സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവാം അല്ലേ? അതെ. ഈ പ്രഷർ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയാണ് ചില കുട്ടികൾ കളഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അവനെ ഹാൻഡിൽ ചെയ്തത്? നാട്ടുകാർ കുറെ ആൾ പരിഹസിക്കാനെല്ലാം ഉണ്ടായിനി, എനിക്ക് നിർത്തിയിട്ട് പോയിക്കൂടെ എന്നെല്ലാം പറഞ്ഞിട്ട് പണിക്ക് പോയിക്കൂടെ. നമ്മൾ കുറെ ആൾ ജോലിയാക്കി, പിന്നെ 5 വയസ്സ് ഡിഫറൻസ് ഉള്ളവർ ജോലിയാക്കി, ബാക്കിയുള്ളവർ കല്യാണം കഴിച്ച് കുട്ടികളായി, നിങ്ങൾക്ക് ജോലി ഇനി വേറെ ഏതെങ്കിലും ജോലിക്ക് നോക്കിക്കൂടെ എന്നുള്ളവർ, കുറേ ആൾ പ്രൈവറ്റിലെല്ലാം പോയിക്കൂടെ, ഇതിലെല്ലാം എന്തിനാണ് ഇത് മാത്രം ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇത് വേറെ ഒരു ജോലിക്ക് പോയിട്ട് ഇതിലേക്ക് നോക്കിക്കൂടെ നടക്കാൻ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓനെ പറ്റിയിട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ആലക്കോട് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു അർജുൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ ഏറ്റവും മോശം സമയം നിൽക്കുമ്പോൾ വരെ ഓൻ എന്നെ റാങ്ക് ഫയൽ ഓനെനക്ക് മേടിച്ചാൽ ഞാൻ ഓൻ്റെ പഴയത് തരുമോയെന്ന് ചോദിച്ചിട്ട് അത് വേണ്ട, നീ എൻ്റെ ഫ്രണ്ടാണ് എന്നുള്ള രീതിക്ക് അർജുൻ എന്നിട്ട് ആലക്കോട് ബാങ്കിൽ പണിയെടുക്കാൻ സഹകാരിൻ്റെ റാങ്ക് ഫയൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ബുക്ക് എനിക്ക് ഓൻ മേടിച്ച് തന്നിട്ടുണ്ട്. ഓനെ ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്. പിന്നെ കോളേജിലുള്ള എൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാം നല്ലോണം, കോളേജിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ അച്ഛനും അമ്മയും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറൗണ്ട് ഒരു 30 years വരെ പഠിക്കാൻ നമുക്കൊരു അവസരം തരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിട്ടും താങ്ക്ഫുൾ ആവണം നമ്മളവർക്ക്. അതെ. അപ്പോൾ നല്ലൊരു മകനും നല്ലൊരു അച്ഛനും നല്ലൊരു അമ്മയും നല്ലൊരു ഫാമിലി ടുഗദർ ആണ് നമുക്ക് എന്തുണ്ടാവുക, വിജയം ഉണ്ടാക്കാൻ പറ്റില്ലേ അവനെ? അതെ. അപ്പം നിങ്ങൾ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് ഇതുപോലെ നെഗറ്റീവ് തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ. അതേ ഉണ്ടാവുള്ളൂ.
അതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക, അല്ലാതെ പോസിറ്റീവായിട്ട് നമ്മുടെ അടുത്ത് പറയാൻ വേണ്ടി നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളെ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലത് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഉള്ളിലോട്ട് ചോദിക്കുക നല്ലത്, അത് കേൾക്കും, അത് കേട്ടിട്ട് പ്രവർത്തിക്കുക. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവന്നതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറേ കാലം നിൽക്കുന്നു, 1 വർഷം 3-4 പരീക്ഷ എഴുതുന്നു, കട്ട് ഓഫിൻ്റെ അടുത്തെത്തി നഷ്ടപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ സഹകാരിലേക്ക് എൻട്രി എങ്ങനെയായിരുന്നടാ? സാറേ ഞാനിത് 7 വർഷം എന്ന് സാർ ഇപ്പോൾ പറഞ്ഞു. ഞാനിത് നിർത്തിയിട്ട് പോവാന്ന് വെച്ചാണ് ഫെബ്രുവരി 15 നടന്ന എക്സാമിന്. അന്ന് വൈകുന്നേരം ഞാൻ സാറെ വിളിക്കുന്നത്. സാറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ നിർത്തുമെന്ന് സാറേ, എനിക്ക് പറ്റുന്നില്ല. ഞാൻ അന്നേരം സഹകാര്യം എടുത്തിട്ടില്ലേനു. ഫെബ്രുവരി 2025 ഫെബ്രുവരി 15 ഞാൻ സാറെ വിളിക്കുന്നത്. സാറോട് ഇങ്ങനെ ഒരു കാര്യം പറയും, ഞാൻ 7 വർഷം ഇങ്ങനെ ശ്രമിക്കുന്നത്. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു നീ JCLO കേരള ബാങ്കിലോ ലിസ്റ്റിലുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, 1-2 മാർക്കിനാണ് പോക്ക്. അങ്ങനെ സാറ് പറഞ്ഞു ഡിസംബറിൽ തുടങ്ങിയൊരു ബാച്ച് ഉണ്ട്, നീ അതിലെടുക്ക്, കറക്റ്റ് എക്സാം ചെയ്ത് അതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ ഫോളോ അപ്പ് ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റേ ആവേശം ബാച്ചിൽ അപ്പോഴാണ് ആവേശം ബാച്ച് തുടങ്ങുന്നത്. അപ്പം എനിക്കൊന്ന് ഡിസംബർ ബാച്ചിലോട്ട് എൻട്രി ചെയ്തു. അപ്പോൾ സാറോട് വിളിച്ചു, ഞാൻ ഫെബ്രുവരിയിൽ വിളിച്ച് സാർ ഇങ്ങനെ ഇതിലുണ്ട്. പിന്നെ ആവേശത്തിൻ്റെ എക്സാമിൽ 67 മാർക്ക് കിട്ടി. ഞാൻ അതിൻ്റെ അകത്ത് എൻ്ററായി. അതിൻ്റെ അകത്ത് പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്തിന്, ഒരു ഇതും വെച്ചിട്ടില്ല. കറക്റ്റ് PDF എല്ലാം കറക്റ്റ് ഞാൻ ഓരോ ദിവസം സാറ് പറയുന്ന PDF എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ച് പിന്നെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മെയിൻ ബാച്ചിൽ നിന്ന് ആവേശത്തിലോട്ട് വരുമ്പോൾ, ആവേശം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല, നമുക്കൊരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു. അതായത് നമുക്ക് ആൾറെഡി പഠിച്ച് ലെവലായ കുട്ടികൾക്ക് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള, അത് പഠിക്കാത്തവർക്ക് അത് കിട്ടില്ല, അങ്ങനെ അത് വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പഠിച്ച് കഴിഞ്ഞവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു പുതിയ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിനകത്ത് ആവേശത്തിലേക്ക് വന്നപ്പോഴത്തേക്കും രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല സാറേ. ആവേശത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതാണെങ്കിൽ അത് റിവൈസ് ചെയ്ത് നമുക്ക് ആവേശം കുറച്ച് പഠിച്ചവർക്ക് ആവേശം ബാച്ച് തന്നെ മതി. നമുക്ക് കറക്റ്റ് പുഷപ്പാണ്, അത് തന്നെയാണ് ആവേശം ബാച്ചിൽ ചേർന്നാൽ നമുക്ക് ഏറ്റവും കൂടെ ഗുണമായത് എന്ന് പറയാത്. അപ്പോൾ അതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് ആൾറെഡി വന്ന എക്സാംസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് എല്ലാ എക്സാംസും മോഡൽ എക്സാംസും സബ്ജക്റ്റ് വൈസ് എക്സാംസും എല്ലാം ഞാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. 6 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കുറേ ബാക്ക് ഡ്രോപ്സ് ഉണ്ടായിരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ അത് എന്തൊക്കെയാണെന്ന് അതിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആവേശത്തിൽ വന്ന അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ വന്നിട്ട് എങ്ങനെയാണ് എന്തൊക്കെയായിരുന്നു നമ്മുടെ കുറവുകൾ, ആ കുറവുകൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും? എനിക്ക് കുറവുകൾ തന്നെ GK ഇംഗ്ലീഷ്, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്സ്. അത് പിന്നെ ഞാൻ ഇതിലെ ആവേശത്തിൽ എപ്പോൾ ക്ലാസ് ടെൻസിൻ്റെ ക്ലാസ്സും എല്ലാം ഓരോ ദിവസം ഓരോന്ന് സാറ് ഇടുന്നതിനനുസരിച്ച് ഞാൻ കേട്ട് അതിൻ്റെ നോട്ടാക്കി എല്ലാം പ്രിൻ്റ് എടുത്ത് ഞാനത് പഠിക്കലുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ബാങ്കിങ്ങിൻ്റെ സാറെ ക്ലാസ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ട് തന്നെ ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ബാങ്കിങ്ങിൻ്റെ ക്ലാസ് എടുത്ത് അതിൻ്റെ സബ്ജക്റ്റ് വൈസ് എല്ലാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം നമ്മളെ തിരിച്ചറിയാം, നമുക്കേ നമ്മളെ തിരിച്ചറിയാൻ പറ്റും എവിടെയാണ് ഫോൾട്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കി നമ്മൾ ആടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു എൻ്റെ ഒരു ആദ്യത്തെ പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എനിക്ക് തീരെ അറിയില്ല, ഒട്ടും അറിയില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് നോക്കലേ ഇല്ല, ഇംഗ്ലീഷിലാടെ നിൽക്കലേ ഇല്ല, ഇംഗ്ലീഷ് അറിയില്ല, കറക്കി കുത്തുക എന്നുള്ള രീതിക്കാണ്. പക്ഷെ നമുക്കേ നമ്മളെ ഫോൾട്ട് അറിയും, ആടെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുക, അതിൻ്റെ അകത്ത് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മെയിനായിട്ട് നോക്കുക. അപ്പോൾ അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു നല്ലൊരു എക്സാമ്പിളാണ് നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഈ ഒരു ലെവലിൽ നിന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. കാര്യം ഒന്ന് ഫോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടെ കൂടുതൽ വർക്ക് ചെയ്യുക. അതുപോലെ പ്രാക്ടീസ് എന്ന് പറയുന്ന സംഭവം അല്ലേ? പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ഓരോ ക്ലാസ് ബേസ്ഡ് എക്സാംസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്, പിന്നെ വീക്ക്ലിയുടെ പ്രാക്ടീസ് ഉണ്ട്, മന്ത്ലിയുടെ പ്രാക്ടീസ് ഉണ്ട്, പിന്നെ നമ്മുടെ PYQൻ്റെ പ്രാക്ടീസ്. ഇതിൽ ഏത് പ്രാക്ടീസാണ് നീ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് PYQ തന്നെയാണ്. PYQൻ്റെ പ്രാക്ടീസും പിന്നെ സാറ് ഒരു ദിവസം ചുരുങ്ങിയത് 3 എക്സാമെങ്കിലും എഴുതിയിട്ടുണ്ട് സാറേ. 3 എക്സാമെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ദിവസം. OMR ഷീറ്റ് വെച്ച് എഴുതി പോയിട്ടുണ്ട്. OMR ഷീറ്റിൻ്റെ ബുക്ക് മേടിച്ചിട്ടുണ്ട്, 40 രൂപേൻ്റെ 100 പേജുള്ള ബുക്ക് മേടിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് എഴുതിയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, അതായത് നമ്മൾ ആ ഫെബ്രുവരി 15 ബാച്ചിലോട്ട് കയറുന്നു, അത് കഴിഞ്ഞ് ഓഗസ്റ്റ് വരെ നിൻ്റെ ബിഹേവിയറിലുണ്ടായിരുന്ന പൊതുവായ വ്യത്യാസങ്ങളും നമ്മൾ എത്രത്തോളം സമയം ചിലവാക്കി അങ്ങനെയുള്ള സംഗതികൾ ഒന്ന് കൺസൾട്ട്. കാരണം നമ്മളെ സ്വഭാവത്തിൽ പോലും വ്യത്യാസം വന്നില്ലേ ആ സമയത്ത്? ഞാൻ അന്നേരം മുമ്പ് സിനിമക്ക് പോക്കുന്നുണ്ട്, എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അതിന് പോക്കുന്നുണ്ട്, കല്യാണത്തിന് പോക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോക്കുന്നുണ്ട്. പക്ഷേ ഫെബ്രുവരി സാറെ വിളിച്ച് സാറ് പറഞ്ഞ് ഇത് നിൻ്റെ ക്രൂഷ്യൽ ടൈമാണ്, ഇതിൽ ഇരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഫെബ്രുവരി മുതൽ ആഗസ്റ്റ് വരെ പിന്നെ ഞാൻ ഒരു കല്യാണത്തിനോ അല്ല അങ്ങനത്തെ ഒരു പാർട്ടിക്കോ ഞാൻ പങ്കെടുത്തിട്ടില്ല. ആകെ പോയത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ മാത്രമാണ്, അല്ലാണ്ട് ഞാൻ വേറെ ഒരു പാർട്ടിക്കോ ഇതിലോ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതൊരു വലിയ ഒരു ഷിഫ്റ്റാണ് നമ്മുടെ ഒരു ബേസ്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ തലച്ചോറിനകത്ത് അത് മാത്രമായി അല്ലേ? അതെ.
ലാസ്റ്റ് ചാൻസ് നേടിയെടുക്കണം. നമുക്കൊരു ചാൻസ് ഇല്ല. അതും കുറെ ആൾക്കാർക്ക് പ്രശ്നമാണ്. അടുത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഉച്ച തുടങ്ങും. കാരണം CSEB ഒരു BSc എക്സാം പോലെ അല്ലല്ലോ, അത് കഴിഞ്ഞ വരെയല്ലേ. അങ്ങനെ ചിന്തിച്ചാൽ കിട്ടൂല. അടുത്ത പരീക്ഷ എന്റെ ലാസ്റ്റ് പരീക്ഷ എന്ന് ചിന്തിക്കാം. മെന്റർഷിപ്പ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? മെന്റർഷിപ്പ് മെഗാമിക്സിന്റെ ഫസ്റ്റ് പറയാനുള്ളത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മെഗാമിക്സ് ആണ്. മെഗാമിക്സിനെ എന്താ പറയാ, അത്രയും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിസ്. പിന്നെ ദീപ്തി മിസ്സും ആവശ്യത്തിൽ വന്നപ്പോൾ ദീപ്തി ആയിരുന്നു. അതുപോലെ ദീപ്തി ഒരു നാട്ടുകാരനാണ്, കണ്ണൂരാണ്. മേഘയ്ക്കും വലിയൊരു കൺഗ്രാറ്റ്സ്. തരത്തില് നിങ്ങളെ എല്ലാ പേരും നിങ്ങൾ ഉയരുന്നതിനോടൊപ്പം നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരെയും കൂടെ പിടിച്ചുയർത്തുന്ന മെന്റേഴ്സും കൂടെയാണ് സഹകരുടെ ഏറ്റവും വലിയ. ഏത് സമയം ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരുന്നുണ്ട്. അതിനൊരു മോശമോ ഒരു ഇതോ വെക്കില്ല. അതുപോലെ പല കുട്ടികളുടെ ഒരു മനസ്സിലുള്ള ചോദ്യമാണ്, എത്ര ബാങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. എന്നാൽ കൂടിയും നമ്മൾ പറയുന്നത്, നിങ്ങൾ തുടക്കത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള 1-2 ബാങ്കിൽ അപേക്ഷിച്ചാൽ മതി. നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്തായാലും പോകാൻ പറ്റും. അങ്ങനെയുള്ള ബാങ്കിൽ മാത്രം കൊടുക്കാന്നുള്ളതാണ്. കാരണം ഒരുപാട് പൈസ ആദ്യമേ കളയാം അല്ലേ. ഒരു ബാങ്കിൽ അപേക്ഷിച്ച് നമുക്ക് പൈസ ചിലവാകും. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങളൊരു ബിഗിനർ തന്നെയാണ്, അതൊന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മോഡൽ എക്സാമിനേഷനൊക്കെ നിങ്ങൾ 100-ൽ 80-82 ഇങ്ങനെ മേടിച്ച് തന്ന സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് നിങ്ങൾ ചോദിച്ചാൽ പറയാൻ പറ്റും നിങ്ങൾ എത്ര ബാങ്കിൽ വെക്കണം. നമ്മൾ പറയും എത്ര ബാങ്കിൽ വെക്കാൻ പറ്റുമോ അത്രയും ബാങ്കിൽ വെച്ചോന്ന് പറയും. അപ്പൊ അങ്ങനെ നീ എത്ര ബാങ്കിൽ വെച്ചായിരുന്നു? ഞാൻ സാധാരണ ഞാൻ ആദ്യം കണ്ണൂര് മാത്രമേ കൊടുക്കലുള്ളൂ. ഞാൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ ഇത്ര മാർക്ക് കിട്ടലുണ്ട്, എത്ര ബാങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞു ഒരു 15-ന് മുകളിൽ എന്തായാലും നീ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 18 ബാങ്കിൽ ഞാൻ കൊടുത്തിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അതിന് സഹകാരിയിൽ വന്നതിന് ശേഷം ആ 18 ബാങ്കിൽ ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് മാടായി ബാങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ബാങ്കിൽ കൊടുത്തിട്ട് എല്ലാത്തിനും ലിസ്റ്റിൽ വരിക. ഇഷ്ടപ്പെട്ട സ്ഥാപനം തിരഞ്ഞെടുത്ത് തന്നെ വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ CSEB എക്സാമിനേഷൻ തുടക്കക്കാരാണെന്നുണ്ടെങ്കിലും അതുപോലെ ആൾറെഡി എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, നിങ്ങൾ ഇതുപോലുള്ള കുറേ അവസ്ഥകളിൽ കടന്നു പോകും ഉറപ്പായിട്ടും. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും, ആൾക്കാർ നമ്മളെ കളിയാക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും വയസ്സായില്ലേ നീ എന്തിനായി നടക്കുന്നതെന്ന് കളിയാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കൺസിസ്റ്റന്റ് നിൽക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ മടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ പഠിക്കുക, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചെങ്കിൽ ഒരു നാൾ നമ്മളെ കൈമേലെത്തും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ. പിന്നെ പറഞ്ഞാൽ സഹകാരി എടുത്തു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. ഞാൻ എൻ്റെ ഉറപ്പാണ്. ഞാനത് 3 ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് എടുത്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തന്നത് സഹകാരിയാണ്, സപ്പോർട്ട് തന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്.